ആ മേടിച്ചു തരാം, ബർത്ത്ഡേകളായി പോയില്ലേ എന്ന് പറഞ്ഞോണ്ട് എനിക്ക് താങ്ങാവുന്ന ബില്ലേ ആക്കാവൂ കേട്ടോ. കൊല്ലത്തിലൊരിക്കലല്ലേ അമ്മ ഇതുപോലൊരു ദിവസമൊക്കെ വരുവുള്ളൂ. അപ്പൊ കുറച്ച് താങ്ങാനാവാത്ത ബില്ലൊക്കെ ആവാം. ആ നീ എന്തായാലും അത്ര സാധനങ്ങളൊന്നും മേടിക്കില്ലെന്ന് എനിക്ക് അറിയാം. ശരിക്കും അച്ഛനും കൂടെ വരണ്ടേ? അമ്മ എന്തുവാ അച്ഛൻ വരാത്തെ? ആ അച്ഛനൊക്കെ ഉണ്ടാവേണ്ട തന്നെയാണ്. പക്ഷെ നീ വിഷമിക്കണ്ട, മിന്നൂസിന്റെ അച്ഛനില്ല, ആമിക്കുട്ടീൻ്റെ ഇപ്പല്ല, അതുപോലെ തന്നെ തനുക്കുട്ടീൻ്റെ അച്ഛനും ഇല്ല. അവർക്കൊക്കെ ലോങ് സ്ഥലത്തല്ലേ പണി. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോളെ. അച്ഛൻ വന്നിട്ട് ഒരു പ്രാവശ്യം കൂടെ സെലിബ്രേറ്റ് ചെയ്യായിരിക്കില്ലേ അമ്മേ? പിന്നെ പിന്നെ കാത്തു നിന്നോ. അച്ഛൻ വന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യൂലേ? എടി പിള്ളേരെല്ലാരെയും ഒരുമിച്ച് കൊണ്ടുപോയിട്ട് ഡ്രസ്സ് എടുക്കണ്ട കേട്ടോ. ഓരോരുത്തരും അല്ലെങ്കിൽ രണ്ടീച്ച ആൾക്കാരൊക്കെ കൊണ്ടുപോയി എടുത്താൽ മതി. എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കലപിലായിരിക്കും. ആ അത് ശരിയാ, എന്നാൽ അങ്ങനെ ചെയ്യലേ. എന്നാൽ ആദ്യം നമുക്ക് മിന്നൂസിനെയും ആമിക്കുട്ടീനെയും തനുക്കുട്ടീനെയും മാളൂസിനെയും കൊണ്ടുപോവാം. മാളൂസിനില്ലേ നല്ല പൊന്തി നിൽക്കുന്നേറ്റാൽ ഫ്രോക്ക് എടുക്കാം. പിന്നെ ആമിക്കുട്ടിക്കും തനുക്കുട്ടിക്കും മിന്നൂസിനും ഒരുപോലത്തെ ഡ്രസ്സ് എടുക്കാം അല്ലേ? ആ അതെ, അങ്ങനെ എടുക്കാം. സൗമ്യ റംലിയും പോയിട്ട് ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഞാൻ ചോദിക്കാൻ വിട്ടുപോയതാ. ഓലെവിടെ? ഓലോ പിള്ളേർക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോഴേ അത് മേടിച്ചു കൊടുക്കാൻ വേണ്ടി പോയതാ. എന്നാൽ നമുക്ക് കുറച്ച് അപ്പുറത്തേക്ക് നിൽക്കാം, ഡ്രസ്സിൻ്റെ സെക്ഷനിൽ നിൽക്കാം കുട്ടികളുടെ. എന്നാലും അവരങ്ങോട്ട് വന്നിക്കോളൂ. അല്ലടി കുട്ടികളൊക്കെ ആരെടുത്താ? കുട്ടികളെടുത്തേ താരും ഇമ്മച്ചിയൊക്കെ ഉണ്ട്. ഹലോ മാം. ഹായ് മാം, എങ്ങനത്തെ ഡ്രസ്സാണ് നോക്കേണ്ടത്? ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് ഞങ്ങൾക്ക് നോക്കേണ്ടത്. ഇതാണ് ബർത്ത്ഡേ ഗേൾ നിന്ന് തന്നെ തുടങ്ങിക്കോളി. ആ ശരി മോളെ, വാ ഞാൻ കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാം. ഇതാ മാം, ആ കാണുന്ന ഡ്രസ്സ് എങ്ങനെയുണ്ട്? അത് മോൾക്ക് കറക്റ്റ് ഫിറ്റ് ആയിരിക്കും. ഇന്ന് അവളെ കൊണ്ടുപോയി ഇടിപ്പിച്ച് നോക്കിട്ടോ. ആ ശരി, വാ മോളെ. ഈ ഡ്രസ്സ് മോൾക്ക് നല്ല പോലെ ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ വേറൊരു ഡ്രസ്സും കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആ ഓക്കെ. ഇത് കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ. ആൻറ്റി ഒരു ഡ്രസ്സും കൂടെ ഉണ്ട്, അത് നല്ല അടിപൊളിയാണ്, ഞാൻ ഇട്ടിട്ട് തരാമേ. എന്നാ എളുപ്പമാവട്ടെ. വാവ്, ഇതാണ് ഒന്നുകൂടി രസം. ആ അത് ശരിയാ മോളെ, നല്ല ഭംഗിയുണ്ട്. ഇതാണ് മോളുടെ മുഖത്തൊക്കെ ഒന്നും കൂടി ചേരുന്ന കളറ്. അത് മാത്രമല്ല മറ്റേ ഡ്രസ്സിനെ കാട്ടി ഒന്നും കൂടി പൊന്തി നിൽക്കുന്ന ഫ്രോക്കല്ല ഇത്. അതന്നെ നല്ല അടിപൊളി വർക്കുണ്ട്. എന്നാലും ഇത് ഫിക്സ് ചെയ്യാട്ടോ മോളെ. നിനക്കിത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടാണ്ട് പിന്നെ എനിക്ക് ഇതാ ഒന്നും കൂടെ ഇഷ്ടമായത്. ആ എന്നാൽ ഇത് പാക്ക് ചെയ്തോളൂ കേട്ടോ. ആ ശരി. നോക്ക് മാളൂസ്, നീ ഈ ഡ്രസ്സില്ലേ മാറ്റിയിട്ടുണ്ടല്ലോ, ഐഷമ്മേൻ്റെ അടുത്തേക്കൊക്കെ പോയിക്കട്ടോ. ശരി അമ്മേ. മക്കളെ, നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമായിക്കണോ? ഇഷ്ടമായിക്കണേ മാത്രം എടുത്താൽ മതി കേട്ടോ. പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ആ അമ്മച്ചി, ഞങ്ങൾക്കിത് പെരുത്ത് ഇഷ്ടമായിക്കണേ. ആ എന്നാൽ ഇത് പാക്ക് ചെയ്തോളൂ കേട്ടോ. നോക്ക് മിന്നു, എന്നിട്ട് ഈ ഡ്രസ്സ് അയച്ചിട്ട് ദേവുവിനോട് ഇങ്ങ് വരാൻ പറ കേട്ടോ. ആ ശരി അമ്മേ. ദേവു, നിനക്ക് ഡ്രസ്സ് ഇഷ്ടമായിക്കണോ? ആ അമ്മ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ആ പിന്നെ താരചേച്ചിക്കും ഡ്രസ്സ് ഇഷ്ടമായി എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെ, അപ്പോൾ കണ്ണൻ കരഞ്ഞിൽ താരചേച്ചി കണ്ണൻ്റെ അടുത്തേക്ക് പോയിക്കുക. ആ ഇനി ഉസ്മാന് ഡ്രസ്സ് എടുക്കണ്ടേ? ഉസ്മാൻ, എനിക്ക് എങ്ങനത്തെ ഡ്രസ്സാണ് വേണ്ടിയത്? ടീഷർട്ടാണോ വേണ്ടത് അതോ സാധാ ഷർട്ടോ? ഏത് ഡ്രസ്സും വേണ്ട. നിനക്ക് ഡ്രസ്സ് വേണ്ടേ? മാണ്ട. ഉസ്മാനേജ് വെറുതെ കൊഞ്ചാൻ നിൽക്കണ്ട കേട്ടോ, മര്യാദക്ക് ഡ്രസ്സ് എടുത്താ. ഇച്ച മാണ്ടാന്നല്ല നിങ്ങളോട് പറഞ്ഞിക്കണത്. പിന്നെ ഈ വീട്ടിൽ ചെന്നിട്ട് ആമിക്കുട്ടിൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് എനിക്കും വേണം പറഞ്ഞ് ചീറിയിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ. മാണ്ട മാണ്ട മാണ്ട, 100 പ്രാവശ്യം മാണ്ട. എടാ എടുത്തു ഡ്രസ്സ്. ഉഷ, നീ നിർബന്ധിക്കണ്ട, ഓന് വേണ്ടെങ്കിൽ വേണ്ട. പിന്നെ കഴിഞ്ഞ മാസേ മുജീബിക്കൻ്റെ ചങ്ങായി ഗൾഫിൽ നിന്ന് വന്നപ്പോ മുജീബിക്ക് ഓന് കുറേ ഡ്രസ്സ് കൊടുത്തു വെച്ചിരിക്കണ്. അതിന് ഏതെങ്കിലുമൊക്കെ ഇട്ടോളൂ ഓന്. അല്ല പമ്പറിനോട്ടിയാളെ, എങ്ങൾക്ക് ഡ്രസ്സ് എടുത്തിക്കണാ? ആ ഞങ്ങൾക്കൊക്കെ ഡ്രസ്സ് എടുത്ത്. ഇനി ഐഷമ്മൻ കൂടെ ഡ്രസ്സ് എടുക്കാറുള്ളൂ. ഇച്ച മാണ്ട ഡ്രസ്സേ. ഇച്ച നാളെ എൻ്റെ അൻസത്തിൻ്റെ കൂടെ പാല് കാച്ചലുണ്ട്. അപ്പൊ റംലിയും കുട്ടികളൊക്കെ പോവോ? ഇല്ല ഷെയ്, പേടിക്കണ്ടേ. ഞങ്ങളെ ഓലോട് മുൻകൂട്ടിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാനും കുട്ടികളും ഉണ്ടാക്കൂല, ഞങ്ങൾക്ക് ഒരു പരിപാടി ഉണ്ടെന്ന്. ആ എന്നാ ഇനിയിപ്പോൾ നേരം വൈകി
വൈകിക്കണ്ടല്ലോ. നമുക്ക് ഇനി പോയിട്ട് ബില്ലടിച്ചിട്ട് വീട്ടിലേക്ക് പോവല്ലേ. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് നാളെ ബിരിയാണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ അരിയണം. പിന്നെ എന്തൊക്കെ പണിയുണ്ട്, ഡെക്കറേഷൻ ചെയ്യണം. എന്നാ പോവല്ലേ? ആ എന്നാ വേഗം നടക്കി.